പാസ്റ്റർ അസംബ്ലീസ് ഓഫ് ഗോഡ് മലബാർ ഡിസ്ട്രിക്ട് കൗൺസിൽ വിവാഹ നിശ്ചയ രേഖ. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ ആറളം വില്ലേജിൽ ഇരിട്ടി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ നെല്ലിക്കാലയിൽ വീട്ടിൽ പരേതനായ ശ്രീമാൻ എബ്രഹാം എൻസിയുടെയും പരേതയായ ശ്രീമതി ഡെയ്സി എബ്രഹാമിൻ്റെയും മകൻ ബോവസ് എബ്രഹാം. ബോവസിന് തലസ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. സൗത്ത് ഗോവ ജില്ലയിൽ സാൽസെറ്റ് താലൂക്കിൽ വെർണ വില്ലേജിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ ഹൗസ് നമ്പർ 170 വീട്ടിൽ പാസ്റ്റർ തങ്കച്ചൻ്റെയും ശ്രീമതി സാലി തങ്കച്ചൻ്റെയും മകൾ ഡി എൽ തങ്കച്ചന് തലസ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. ഇവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹം ഇന്നേ ദിവസം ഇവിടെ വെച്ച് നടത്തേണ്ടത് ഇവരുടെ മാതാപിതാക്കന്മാരും പ്രിയമുള്ളവരും വേണ്ടപ്പെട്ടവരും കാലെ കൂട്ടി വിവാഹം നിശ്ചയം ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്. പ്രസ്തുത വിവരം ഇവർ ഇരുവരും ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭകളിൽ ഇതിനോടകം പ്രസിദ്ധം ചെയ്തിട്ടുള്ളതും ഇവരുടെ വിവാഹത്തിന് യാതൊരു തടസ്സവും ആരും നാളിതുവരെ ഉന്നയിച്ചിട്ടില്ലാത്തതിനാൽ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടുമായി ഏറ്റവും ഒടുവിലായി ഞാൻ ചോദിക്കുന്നു, നാം അധിവസിക്കുന്ന ഭാരത രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് എതിരായോ, നാം പ്രമാണിച്ചു വരുന്ന അഗ്നിമയ പ്രമാണത്തിനെതിരായോ ഇവിടെ വിവാഹം ഇവിടെ വെച്ച് നടത്തി കൊടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ആർക്കെങ്കിലും ഉന്നയിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ അത് മതിയായ തെളിവുകൾ സഹിതം ഏറ്റവും ശാന്തമായി വേണ്ടപ്പെട്ടവരെ അറിയിക്കാവുന്ന ഏറ്റവും ഒടുവിലത്തെ സമയം ഇതാകുന്നു എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടുമായി ഞാൻ പ്രസ്താവിച്ച് കൊള്ളുന്നു. നിങ്ങളിപ്പോൾ മൗനമായിരിക്കും പോലെ എല്ലാ കാലത്തും ഇവരുടെ വിവാഹം സംബന്ധിച്ച് മൗനമായി ഇരിക്കുകയും ഇവരുടെ വിവാഹത്തിന് നിങ്ങൾ സാക്ഷികളായി തീരുന്നു എന്ന വിവരവും ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്നും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മൗനം സമ്മതം എന്ന് കരുതി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു അംഗീകൃത ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ഇവരുടെ വിവാഹം ഇവിടെ വെച്ച് നടത്തി കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥലത്ത് ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ബോസ് എബ്രഹാമിനോടും ഡി എൽ തങ്കച്ചനോടുമായി പറയുന്നു, സകല രഹസ്യങ്ങളെയും വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ഇരുവരും ഒരിക്കൽ നിൽക്കേണ്ടവരും നിങ്ങളുടെ ജീവിതം സംബന്ധിച്ച് കണക്ക് അന്ന് ദൈവത്തോട് ചോദിക്കേണ്ടവരുമാകയാൽ ഇന്ന് ഈ വിവാഹത്തിൽ ചേർന്ന് വരാൻ പാടില്ലാത്ത അയോഗ്യമായ എന്തെങ്കിലും നടപടികൾ നാളിതുവരെ നിങ്ങൾക്കാർക്കെങ്കിലും ഉള്ള പക്ഷം അതിപ്പോൾ ഇവിടെ വെച്ച് സർവശക്തനായ ദൈവത്തോട് ഏറ്റുപറയേണ്ടതാകുന്നു. നിങ്ങൾ രണ്ടുപേരും വിശുദ്ധ വിവാഹത്തിലൂടെ ഒന്നായി തീരാൻ പോവുകയാണ്. വിശുദ്ധ അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധമായി വേണം വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നിങ്ങളുടെ തലകളെ ദൈവസന്നിധിയിൽ ഒന്ന് വണക്കി നിങ്ങളുടെ കണ്ണുകൾ അടച്ച് സർവശക്തനായ ദൈവത്തോട് കൃപയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ വിശുദ്ധ വിവാഹത്തിലൂടെ ഒന്നായി തീരാൻ പോകുമ്പോൾ കഴിഞ്ഞ നാളുകൾ വന്നുപോയ കുറവുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ എല്ലാം ക്ഷമിച്ച് അവിടുത്തെ വിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ശുദ്ധിയോടുകൂടെ പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങൾക്കിപ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ തലകളെ വണക്കി കണ്ണുകളെ അടച്ച് മൗനമായി ദൈവത്തോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ആമേൻ. ഞാൻ ബോവസ് എബ്രഹാമിനോട് ചോദിക്കുന്നു, നിനക്ക് ഏറ്റവും സമീപസ്ഥയായി നിന്റെ വലതുഭാഗത്ത് നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഡി എൽ തങ്കച്ചൻ എന്ന ഈ യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ നിനക്ക് പൂർണ്ണ സമ്മതമാണോ? സമ്മതമാണ്. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കും വരെ ഇവളോട് മാത്രം ചേർന്നിരുന്ന് ഇവളെ സ്നേഹിച്ച് ഇവളെ സംരക്ഷിച്ച് ഇവളെ പോറ്റി പുലർത്തി ഒരു ഉത്തമ ഭർത്താവിൻ്റെ എല്ലാവിധ കടപ്പാടുകളും നിർവഹിക്കാമെന്ന് നീ ഇപ്പോൾ സമ്മതിക്കുന്നുവോ? സമ്മതിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഡി എൽ തങ്കച്ചനോട് ചോദിക്കുന്നു, ഡി എൽ, നിനക്ക് ഏറ്റവും സമീപസ്ഥനായി നിന്റെ ഇടതുഭാഗത്ത് നിന്നോട് ചേർന്ന് നിൽക്കുന്ന ബോവസ് എബ്രഹാം എന്ന ഈ യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് പൂർണ്ണ സമ്മതമാണോ? സമ്മതമാണ്. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും മാനത്തിലും അപമാനത്തിലും മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കും വരെ ഇവനോട് മാത്രം ചേർന്നിരുന്ന്
ഇവനെ ബഹുമാനിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാവിധ കടപ്പാടുകളും നിർവഹിക്കാമെന്ന് നീ ഇപ്പോൾ തീരുമാനിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അവർ ഇരുവരും അവരുടെ സമ്മതം ഇവിടെ അറിയിച്ചിരിക്കാൻ ഈ വിവാഹ ശുശ്രൂഷ ബഹുമാനാർത്ഥം നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുക. പ്രിയമുള്ളവരെ, പെന്തക്കോസ്തുകാരായ നാം ഒരു പ്രത്യേക സമയത്തിൽ വിശ്വസിക്കുന്നില്ല, പ്രത്യേക മാസത്തിൽ നാം വിശ്വസിക്കുന്നില്ല, പ്രത്യേക മുഹൂർത്തം നമുക്കാർക്കുമില്ല. എന്നാൽ നാം ഒന്നിൽ വിശ്വസിക്കുന്നു: 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ ഞാൻ ഉണ്ടെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നാം വിശ്വസിക്കുന്നു. ഇന്ന് പകൽ കർത്താവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ പാടി നമ്മുടെ കർത്താവിൻ്റെ മഹത്വം നമുക്ക് കരേറ്റാം. ഉത്തമ സ്ത്രീയായ ബാലയെ തീരഞ്ഞ ഭ്രമൻ മൃത്യുവരം ചെയ്ത വേലയെ വൽത്തുണ തുടർന്ന പോലയും ഈ വീടയും ചേർത്തരുള്ളിവർ കരങ്ങളെ നല്ല മണവാളൻ ചേർന്നു സുഖി ചൊല്ലൽ വേടിഞ്ഞിടുവാനും, കല്യാമോദം ചേർന്നു സുഖി ചൊല്ലൽ വേടിഞ്ഞിടുവാനും, ഇന്നി മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. ഇന്നി മംഗല്യം ശോഭിക്കുവാൻ പണ്ടലങ്കരിച്ചു അന്നുരസവിഞ്ഞുണ്ടാക്കി എന്ന് പോലിന്നേരം വന്നു. ഇന്നി മംഗല്യം ശോഭിക്കുക കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദാമിനെയും ഹവ്വയെയും സംയോജിപ്പിച്ച സർവശക്തനായ കർത്താവ് നിങ്ങളെ ഇരുവരെയും യോജിപ്പിക്കുമാറാകട്ടെ. വിവാഹത്തിൻ്റെ ഉടമ്പടി വാക്കുകൾ ആദ്യം ബോവസ് എബ്രഹാം ഡിയൽ തങ്കച്ചൻ്റെ മുഖത്ത് നോക്കിയും പിന്നീട് ഡിയൽ തങ്കച്ചൻ ബോവസ് എബ്രഹാമിൻ്റെ മുഖത്ത് നോക്കിയും പറയേണ്ടതാകുന്നു. ബോവസ് എബ്രഹാം ആകുന്ന ഞാൻ
ബോവസ് എബ്രഹാമാകുന്ന ഞാൻ, DL തങ്കച്ചനാകുന്ന നിന്നെ, DL തങ്കച്ചനാകുന്ന നിന്നെ, ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം ഇപ്പോൾ മുതൽ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളുന്നു. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും മാനത്തിലും അപമാനത്തിലും ദൈവം നമുക്ക് തരുന്ന ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും മരണം നമ്മെ വേർപിരിക്കും വരെ നിന്നോട് മാത്രം ചേർന്നിരുന്ന് നിന്നെ സ്നേഹിച്ച് നിന്നെ സംരക്ഷിച്ച് നിന്നെ പോറ്റി പുലർത്തി ഒരു ഉത്തമ ഭർത്താവിന്റെ എല്ലാവിധ കടപ്പാടുകളും നിർവഹിക്കാം എന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവസഭയുടെ മുമ്പാകെ ശ്രേഷ്ഠ ദൂതന്മാരെ സാക്ഷി നിർത്തി ഞാൻ നിന്നോട് വിവാഹ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. ഈ ഉടമ്പടി പാലിക്കാൻ കർത്താവ് എനിക്ക് കൃപ നൽകുമാറാകട്ടെ. ഈ ഉഭയസമ്മതത്തിന് കർത്താവും തന്റെ സഭയും സാക്ഷികളാകുന്നു. ആമേൻ. ഇനി DL തങ്കച്ചൻ പറയണം. DL തങ്കച്ചൻ ആകുന്ന ഞാൻ ബോവസ് എബ്രഹാം ആകുന്ന അങ്ങയെ ഇപ്പോൾ മുതൽ ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം എന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളുന്നു. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും അങ്ങയോട് മാത്രം ചേർന്നിരുന്ന് അങ്ങയെ ബഹുമാനിച്ച് അനുസരിച്ച് അങ്ങേക്ക് കീഴ്പ്പെട്ട് ഒരു ഉത്തമ ഭാര്യയുടെ കടപ്പാടുകൾ മരണം നമ്മെ വേർപിരിക്കും വരെ നിർവഹിക്കാം എന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവസഭയുടെ മുമ്പാകെ ശ്രേഷ്ഠ ദൂതന്മാരെ സാക്ഷി നിർത്തി ഞാൻ അങ്ങയോട് വിവാഹ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. ഈ ഉടമ്പടി പാലിക്കാൻ കർത്താവ് എനിക്ക് കൃപ നൽകട്ടെ. ഈ ഉഭയസമ്മതത്തിന് കർത്താവും തന്റെ സഭയും സാക്ഷികളാകുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്ന് പറയുകയുണ്ടായി. കണ്ണൂർ ജില്ലയിൽ നെല്ലിക്കാലായിൽ വീട്ടിൽ പരേതനായ ശ്രീമാൻ എബ്രഹാം എൻസിയുടെയും പരേതയായ ശ്രീമതി ഡെയ്സി എബ്രഹാമിൻ്റെ മകൻ ബോവസ് എബ്രഹാമും സൗത്ത് ഗോവ ജില്ലയിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ പാസ്റ്റർ തങ്കച്ചൻ്റെയും ശ്രീമതി സാലി തങ്കച്ചൻ്റെയും മകൾ DL തങ്കച്ചനും ഇവർ ഇരുവരും ദൈവസന്നിധിയിൽ എടുത്ത ഉടമ്പടിയിന്മേൽ ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്നു എന്ന വിവരം ഞാൻ ഈ പൊതുസഭയെ അറിയിച്ചു കൊള്ളുന്നു. നമ്മളെല്ലാവരും കരങ്ങളെ ചേർത്തടിച്ച് ഈ പുതിയ കുടുംബത്തെ നമുക്ക് ഈ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കുന്നത്. ജനമെല്ലാം സഭയെല്ലാം ആമേൻ എന്ന് പറയണം. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യരാരും വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ച ബോവസ് എബ്രഹാമിനെയും DL തങ്കച്ചനെയും നിങ്ങളുടെ ഇഷ്ടത്താലോ
പരപ്രേരണയാലോ ആരും വേർപിരിക്കരുത്. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.